കൂപ്പുകരങ്ങളോടെ യൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം. ഇതാ സ്നേഹം യൽത്താരയിൽ വെളിപ്പെടുന്ന നിമിഷം. സ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം. ഈ സ്നേഹത്തിൽ വിശുദ്ധീകരിക്കപ്പെടാത്തതായിട്ടൊന്നുമില്ല. ഈ സ്നേഹത്തിൽ വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം മക്കളെ നമ്മൾ ഒരിക്കലും അകന്നു പോയിട്ടുമില്ല. ഈ സ്നേഹത്തിൽ വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇതാ വീണ്ടെടുക്കുന്ന സ്നേഹം, ഇതാ കരുണ കാണിക്കുന്ന സ്നേഹം, ഇതാ സ്വർഗത്തിൻ്റെ സാന്നിധ്യം തന്നെയായ സ്നേഹത്തിൻ്റെ പൂർണ്ണത. തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ജീവിത നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് കർത്താവിനെ കാണാം. ഇതാ നിന്റെ കൺമുമ്പിൽ കർത്താവുണ്ട്. നിന്റെ കണ്ണുകൾ ഇപ്പോൾ കാണുന്നത് കർത്താവിനെയാണ്, ജീവിക്കുന്ന ദൈവത്തെ. അന്ധകാരത്തിൽ തപ്പിത്തടയുമ്പോൾ അങ്ങനെ ഒരു ജനം, അന്ധകാരത്തിൽ ആണ്ടുപോയൊരു ജനം പ്രകാശം കണ്ടു. ഒരു രക്ഷകൻ പറന്നിരിക്കുന്നു. ഇതാ ലോകത്തിന്റെ പ്രകാശം. ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ കർത്താവ്. എന്നിൽ വസിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞ കർത്താവ്. ഇതാ കർത്താവ് നിന്റെ കൺമുമ്പിലുണ്ട്. വെറുതെ നിന്റെ കൺമുമ്പിൽ കർത്താവിനെ കണ്ടാൽ പോരാ. നിന്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളുടെ നടുവിൽ നിന്നും നീ കർത്താവിനെ കാണാൻ പഠിക്കണം. നീ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിന്റെ കണ്ണ് തുറന്ന് നീ കർത്താവിനെ കാണാൻ പഠിക്കണം. ആ അനുഭവങ്ങളിലും നിന്റെ കർത്താവിനെ നിന്റെ കൺമുമ്പിൽ കാണാൻ പഠിക്കണം. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വളർന്നു എന്ന് പറയാൻ പറ്റും. വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെട്ടു എന്ന് പറയാൻ പറ്റും. സങ്കീർത്തനം 16:8 സങ്കീർത്തകൻ പറയാണ്, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. ആനന്ദത്തിന്റെ കാരണം എഴുതി വെച്ചിരിക്കുന്നു നോക്കിക്കേ. സന്തോഷത്തിന്റെ കാരണം എഴുതി വെച്ചിരിക്കുന്നു നോക്കിക്കേ. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ അന്തരംഗം ആനന്ദിക്കാൻ കാരണം. എന്നിട്ട് പറയാണ്, എൻ്റെ വലതുവശത്ത് അവനുണ്ട്, എൻ്റെ വലതുകരം പിടിച്ചിട്ടുണ്ട്. അതിനാൽ ഞാൻ കുലുങ്ങുകയില്ലെന്നാണ്, അതിനാൽ സംഭ്രമിക്കുകയില്ല. അതിനാൽ ഞാൻ എൻ്റെ ജീവിതം ഒരു വിധത്തിലും നിരാശയിലേക്ക് തള്ളിവിടില്ല. കാരണം എന്താ? എൻ്റെ വലതുകരം എൻ്റെ കർത്താവ് പിടിച്ചിട്ടുണ്ട്. കണ്ണുകൾ തുറന്ന് കർത്താവിനെ നോക്കിക്കേ. ഇതാ നമ്മുടെ കൺമുമ്പിൽ കർത്താവ്. നിന്റെ ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ കാരണമായിരിക്കേണ്ടത്. ആ കർത്താവിനെ കാണുമ്പോ മക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ കടന്നു പോകുന്ന ഏത് അനുഭവത്തിന്റെ നടുവിലാണോ നീ നിൽക്കുന്നത്, അനുഭവത്തിൽ കാലുറപ്പിച്ച് നിന്നിട്ട് നിന്റെ കണ്ണുകൾ കർത്താവിങ്കിലേക്ക് പതിഞ്ഞിരിക്കട്ടെ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ഉയർത്താം. നിങ്ങളുടെ സങ്കടങ്ങളെ, വേദനകളെല്ലാം സമർപ്പിക്കാം. തമ്പുരാൻ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ,